കടഭാരം നിമിത്തം, സാമ്പത്തിക പ്രയാസം നിമിത്തം ഭാരപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ്, വിഷമിക്കണ്ട. നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയം ഓർത്ത്, നിങ്ങളുടെ മകന്റെ വിഷയം ഓർത്ത് വല്ലാതെ മനസ്സ് കലങ്ങുമ്പോൾ ആരോ ഉള്ളിൽ പറയുന്ന പോലെ തോന്നുകയാണ്, ഭാരപ്പെടണ്ട. അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് അത് പരിഹരിക്കുന്നവനാണ്. അങ്ങനെ അനുഭവം ഉള്ളവർക്ക് ആരാധിക്കാം. അവരോട് കർത്താവ് പറയുന്നു, എന്റെ യേശു നിന്നോട് കരയേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞവന്റെ കയ്യിൽ അതിനി മരിച്ച് മൺമറഞ്ഞ് ശവപ്പെട്ടിയിൽ വെച്ച് അടക്കാൻ വെച്ചിരിക്കുന്ന ശരീരമാണെങ്കിലും അതിനകത്ത് ഉത്തരവുണ്ട്. ഇത് ക്യാൻസർ പേഷ്യന്റ് അല്ല, ഇത് കേസ് നടുവേദനയല്ല, ഇത് കൈവക്കാൻ വയ്യ ബ്രദർ, തോളലിന്റെ പ്രശ്നമല്ല. മരിച്ച് മൂക്കി പഞ്ഞി വെച്ച് കൈയും കാലും കൂട്ടിക്കെട്ടി റൂമാല് കൊണ്ട് പൊതിഞ്ഞ് പെട്ടിക്കകത്ത് വെച്ച് മഞ്ചത്തിനകത്ത് കയറ്റി അടക്കാൻ കൊണ്ടുപോകുന്ന ബോഡിയാണിത്. അതിന്റെ ഫ്രണ്ടിൽ കയറി നിന്ന് ഇത് പറയണമെങ്കിൽ എന്റെ ദൈവമാരാ. വീണ്ടും പറയുന്നു, ഈ മെസ്സേജിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തിൽ നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന ചില പ്രവൃത്തികൾ ചെയ്യും. കാരണം ആ കുഞ്ഞ് ഉയർക്കുമെന്ന് ഈ അമ്മ പ്രതീക്ഷിച്ചോ? ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്നതാണ് സർപ്രൈസ് ഗിഫ്റ്റ്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം എന്റെ കയ്യിലോട്ട് കൊണ്ട് തരുന്നതാണ് എന്നെ സർപ്രൈസ് ചെയ്യുന്നത്. The Lord Almighty is going to surprise you in this day. ഞാൻ ജിജി പാസ്റ്ററെ, ഇമ്മാനുവൽ പാസ്റ്ററെ, ദൈവദാസന്മാരെ, ഷിജിൻ ബ്രദറെ, ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയൊരു കാര്യം, ലാസർ ദീനമായി കിടന്നപ്പോ മാർത്തയും മറിയയും ആളയച്ച് യേശുവിനോട് വിവരം പറഞ്ഞായിരുന്നു. പിന്നെ അതിലപ്പുറമായി യേശുവിന് ആ വീടുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഈ സ്ത്രീയുമായോ ഈ കുടുംബമായോ സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ആ സ്ത്രീയും ഈ ചുമക്കുന്ന ആളുകളുമൊക്കെ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം യേശുവിനെ കാണുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സഹോദരി അപേക്ഷിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ചോദിച്ചില്ല, ഉയർപ്പിക്കണമെന്ന് പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. ഇത് ഞാനിങ്ങനെ ധ്യാനിക്കുമ്പോ എൻ്റെ അടുത്ത് പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്തിലൂടെ ചോദിക്കണം, മോനെ നിനക്കൊരു കാര്യം അറിയോ? ഞാൻ കരഞ്ഞ് നിലവിളിക്കുമ്പോ, അപേക്ഷിക്കുമ്പോ, യാചിക്കുമ്പോ മാത്രം അതിനുവേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമല്ല. അങ്ങനെ ഞാൻ പ്രവർത്തിക്കും, അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അങ്ങനെ മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ എന്ന് നീ ചിന്തിക്കരുത്. അപ്പൊ ഞാന് ദൈവത്തോടൊരു വചനം ചോദിച്ചു. എനിക്കൊരു കാര്യം കൺഫേം ചെയ്യണമെങ്കിൽ എനിക്കൊരു വചനം കിട്ടണം. ഒരു കാര്യത്തിൽ എനിക്കൊരു വചനം കിട്ടിയാൽ ഞാൻ ഹാപ്പിയാവും. പിന്നെ ഇനി തോമാച്ചനല്ല, തങ്കച്ചനല്ല, പെണ്ണമ്മാമയല്ല,
ഗ്രേസി കുട്ടിയല്ല, ആര് പറഞ്ഞാലും ഞാൻ ഈ വചനെ വിശ്വസിക്കുള്ളൂ. കർത്താവ് എനിക്കൊരു വചനം തന്നു. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അധ്യായം 24 വാക്യത്തിന്റെ ആദ്യ വാക്കാണ്. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരവാരുള്ളൂ. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരവാരുള്ളൂ. നീ അങ്ങോട്ട് നിന്റെ വിഷയം പറയുന്നതിന് മുമ്പേ ഇങ്ങോട്ട് മറുപടി വരും. അവർ വിളിക്കുന്നതിന് മുമ്പേ. ഞാനൊരു പ്രവചന വാക്ക്, ഒരു ഡിക്ലറേഷൻ വിശ്വസിക്കുന്നവരുടെ മേൽ ഇടാൻ പോവാ. നീ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വിഷയത്തിൽ പോലും, നീ ദൈവത്തോട് ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത വിഷയത്തിൽ പോലും എന്റെ ദൈവം പ്രവർത്തിക്കുന്ന കാഴ്ച ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടും. അപ്പൊ അങ്ങനെയുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഉണ്ട്. ഇതുവരെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കിടന്ന് തല അലച്ച് കിടന്ന് പ്രാർത്ഥിച്ചാലേ ചിലതിലൊക്കെ ദൈവം പ്രവർത്തിക്കുള്ളൂ. നല്ലതാ. ഈ ദിവസങ്ങളിൽ ഞാനും 3 ദിവസം ഉപവാസം ഇരുന്നപ്പോഴാ ഈ വചനത്തിന്റെ വെളിപ്പാട് കർത്താവ് എനിക്ക് തരുന്നത്. നല്ലതാ. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ചെയ്യണം. പക്ഷേ ചിന്തിക്കരുത് ഞാൻ ഏതാണ്ടൊക്കെ കിടന്നങ്ങ് പിടിച്ചു പ്രാർത്ഥിച്ചോണ്ടാ ഇതൊക്കെ നടന്നെന്ന്. ചിലതൊക്കെ ഒന്ന് ഓർത്ത് നോക്ക. നീ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം നിനക്ക് വേണ്ടി ദൈവം ചെയ്തില്ലേ? മറക്കണ്ടെന്ന് ഓർത്തു നോക്ക്. എന്തേലും ഒക്കെ ഒന്ന് ഓർത്തു നോക്ക്. യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞ് കരയണ്ട. ഇൻവെർട്ടർ കോമേ കിടക്കുന്നുണ്ടോ സാധനം? കരയണ്ട. ആ വാക്കിന്റെ ഖന. കരയണ്ട. ഇപ്പൊ നാട്ടുകാര് കരയണ്ടേ? കരയാനേ ഇയാള് സമ്മതിക്കില്ലേ? അച്ഛാ നീ അല്ല ഞാൻ കരയേണ്ടെന്ന് പറഞ്ഞെങ്കിൽ നീ കാണാൻ പോവാണ് അടുത്തത്. യേശുവിനതാണ് പറയാനുള്ളത്. I can see one vision in my spirit. വേദപുസ്തകം പറയുന്നു, അവൻ ചെന്നു മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. പിന്നെ കോമയല്ല, കുത്താണ്. ഇനി ഈ സാധനം ഒരടി അങ്ങോട്ട് ചലിക്കില്ല. കാരണം തൊട്ടവന്റെ കൈ സാധാ കൈ അല്ല. ഈ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും ഇങ്ങനെ കോമായിട്ട് പോവുകയല്ലേ? ആ കടഭാരം ഇങ്ങനെ കോമായിട്ട് പോവുകയാണ്. നേരത്തെ 2.5 ലക്ഷമായിരുന്ന കടം ഇപ്പൊ അത് കുറഞ്ഞ് 1.5 ലക്ഷമായി. പിന്നെ അത് കോമായിട്ട് ഇപ്പൊ 50,000 ആയി. പിന്നെ അത് വീണ്ടും 70,000 ആയി. നേരത്തെ കൈവേദനയായിരുന്നു, കോമായിട്ടു, ഇപ്പുറത്ത് മുട്ടുവേദനയും കൂടെ ആയി.
കോമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പോവല്ലേ. ഇന്ന് ചിലതിന് ഫുൾ സ്റ്റോപ്പ് ഇടും. യേശു തൊട്ടാൽ നിന്റെ തലമുറയുടെ വിഷയത്തിൽ, നിന്റെ കുടുംബത്തിൽ ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. ആത്മാവ് സഭയോട് അറിയിക്കുകയാണ്. ഈ ലൈവിൽ കാണുന്ന കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരോട് അറിയിക്കുകയാണ്. പല കാര്യങ്ങളും കോമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലതും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലതും പ്രതിസന്ധികളും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷെ ഇന്ന് ഈ പകലിൽ കർത്താവിന്റെ കൈ അതിന്റെ മേളിൽ വന്നാൽ അതിനകത്ത് ഫുൾ സ്റ്റോപ്പ് വീഴാൻ പോവുകയാണ്. പിന്നെ ഈ സാധനം കണ്ടിന്യൂ ചെയ്യില്ല. ആ രോഗം കണ്ടിന്യൂ ചെയ്യില്ല. ആ കടം കണ്ടിന്യൂ ചെയ്യില്ല. ഞാനിത് പറയുമ്പോൾ എനിക്ക് എന്റെ ഉള്ളം ദൈവത്തിന് നന്ദി കൊണ്ട് നിറയുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. പല വിഷയങ്ങളും ആവർത്തിച്ച് വെളിപ്പെടുന്ന മേഖലകളിൽ നിന്ന് ഇന്ന് പകൽ എന്റെ ദൈവമേ, നിന്റെ കരം ആ വിഷയത്തിന്റെ മേളിൽ ഒന്ന് തൊടണമേ. മഞ്ചത്തിൽ തൊട്ട കരം ഇരുന്നേ. ഈ ശവം ചുമക്കുന്നവരില്ലേ, ഇവരുടെ പ്രത്യേകത എന്നാന്നറിയാം? ഞാന് 2-3 ബുക്കുകൾ ഇതിന് റെഫർ ചെയ്തു. കാരണം വെറുതെ ഒരു കാര്യം പറയരുതല്ലോ. ഈ മഞ്ചം ചുമക്കുന്നവരെ കുറിച്ച് ഞാൻ ഈ ഗൂഗിളിനകത്തും ഒക്കെ ഞാനൊന്ന് പരിശോധിച്ചു. ഇവരുടെ പ്രത്യേകത, ഇസ്രായേലിൽ യഹൂദന്മാരുടെ ഇടയിൽ എല്ലാവരും ശവത്തിൽ തൊടത്തില്ല. പിടികിട്ടിയോ? ശവത്തിൽ അവർ തൊടില്ല എല്ലാവരും. ഇത് ചുമക്കാൻ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരുണ്ട്. ഇവരുടെ ജോലിയാണ് ഈ ഫ്യൂണറൽ ഹോം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഈ അമേരിക്കയിലും UK-ലും അല്ല, ഫ്യൂണറൽ ഹോം. നമ്മൾ അമേരിക്കയിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പം പലയിടത്തും കാണാം ഈ ഫ്യൂണറൽ ഹോംസ്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു വീട്ടിലൊരു അമ്മച്ചി മരിച്ചാൽ, ഒരാൾ മരിച്ചാൽ, അത് ഫ്യൂണറൽ ഹോമുകാരെ അറിയിച്ചാൽ മതി, നല്ല പൈസ മേടിക്കും. ഒരു അമേരിക്കയിലെ ഒരു ശരാശരി ജീവിക്കുന്ന, UK-ലൊക്കെ ജീവിക്കുന്ന അമേരിക്ക അവിടുത്തുകാര് അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു സമ്പാദ്യം അവരുടെ ഫ്യൂണറൽ സർവീസിന് വേണ്ടി അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പാസ്റ്റർ TG എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു ശവടക്കിന് ഫ്യൂണറൽ ഹോമുകാര് $30,000 പ്ലസ് $US ചാർജ് ചെയ്തത്. $30,000 എന്ന് പറയുമ്പം അവരെ സംബന്ധിച്ച് അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു നല്ല ഭാഗമാണ്. അത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 25 ലക്ഷം രൂപ മുതൽ 26 ലക്ഷം രൂപ വരെ വരും. അപ്പോൾ അവർ തന്നെ എല്ലാം ചെയ്യും. പെട്ടി അവരാ കൊണ്ടുവരുന്നേ, ഫ്ലവർ അവരാ കൊണ്ടുവരുന്നേ, ഈ കംപ്ലീറ്റ് സംവിധാനം ഇവരാ ടേക്ക് ഓവർ ചെയ്യുന്നത്. ഇതുപോലെ അന്നത്തെ കാലത്ത് മഞ്ചം ചുമക്കുന്നവരുണ്ട്. ഈ സഹോദരിയെ സംബന്ധിച്ച് അവൾ വിധവയാണ്, അവൾ അനാഥയാണ്, ആരോരും ഇല്ലാത്തവളാണ്. സ്തോത്രം. ഇനി ഈ മഞ്ചം ചുമക്കുന്നവരുടെ പ്രത്യേകത, ഇവരൊരു ബോഡി എടുത്താൽ ഇവർക്കൊരു ഒരു ടാർജറ്റ് ഉണ്ട്. ഇവർക്കറിയാം കുഴി എവിടാന്ന്, ഇവർക്കറിയാം ഇത് എവിടാ കൊണ്ട് വെക്കേണ്ടിയെന്ന്.
ഇവർ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കുഴിയിലേ കൊണ്ട് വെക്കുള്ളൂ. ഈ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ വേറെ പരിപാടിയില്ല. ഇവര് ഈ മഞ്ചം ചുമക്കുന്നവർ വർഷങ്ങളായി പണി ചെയ്യുന്നവരാ. ഇവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബോഡി കുഴിയിലെത്താതിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാകട്ടോ മിണ്ടാതിരിക്കുന്നത്, എനിക്ക് മനസ്സിലായി. ഇവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവര് ചുമലിൽ ചുമന്നു കയറ്റിയ ബോഡി ശവക്കുഴിയിൽ എത്താതിരിക്കുന്നത്. ഇവരുടെ ടാർഗറ്റ് കൊച്ചിന്റെ അടക്ക, അമ്മ കരയുക, ആകെ വേദനയാ. ഈ ചിലതൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത് നിന്റെ അവസാനവും നിന്റെ പരാജയമൊക്കെയാണ്. പക്ഷേ ഇതിന്റെ ഇടയിലെങ്ങാനും കേറി എന്റെ ദൈവം തൊട്ടാൽ എല്ലാവന്റെയും കയ്യിൽ നിന്ന് പോകും. ഇത് മനസ്സിലായവർക്കൊന്ന് കൈയടിക്കാം. ഇതിന്റെ ഇടയിലെങ്ങാനും കേറി എന്റെ ദൈവം ഒന്ന് തൊട്ടാൽ ശത്രുവിന്റെ ഒരു പ്രതീക്ഷയും പിശാചിന്റെ ഒരു പ്രതീക്ഷയും നടക്കുകയാണ്. ഇത്രയും വർഷമായി മഞ്ചം ചുമക്കുന്നവർ കൊണ്ടുപോയ ബോഡി കുഴി വെക്കാതിരുന്നിട്ടില്ല. പക്ഷേ പാതി വഴിയിൽ ജീവനും മരണവുമായി കൂട്ടിമുട്ടി. എന്റെ ചോദ്യം, സ്ഥലം MP വന്നാലോ സ്ഥലം MLA വന്നാലോ ഇനി ഇസ്രായേലിന്റെ പ്രസിഡന്റ് വന്നാലോ മഹാപുരോഹിതൻ വന്നാലോ പ്രധാനമന്ത്രി വന്നാലോ ശവോടക്ക് കിടക്കാതിരിക്കുവോ? ഇനി ഏതവൻ വന്നാലും ശവോടക്ക് കിടക്കും. പക്ഷേ ദൈവപുത്രൻ വന്നാൽ നീ അവനെ ആരാധിക്കുന്നതെന്ന് ഇന്ന് പകൽ വാസ്തുറന്ന് പറ. ആ കരം എന്റെ ഭവനത്തിന്റെ മേളിൽ, ആ കരം എന്റെ തലമുറയുടെ മേളിൽ, ആ കരം എന്റെ രോഗത്തിന്റെ മേളിൽ, ആ കരം എന്റെ വിഷയത്തിന്റെ മേളിൽ, ആ കരം എന്റെ ഭർത്താവിന്റെ മേളിൽ, ആ കരം എന്റെ ഭാര്യയുടെ മേളിൽ, ആ കരം എന്റെ സാമ്പത്തിക മേഖലയിൽ, ആ കരം എന്റെ ശുശ്രൂഷയിൽ ഇന്ന് പകലിൽ വെളിപ്പെടട്ടെ. മഞ്ചം തൊട്ടു. അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നോ? 4 പേര് ഇത് പിടിച്ചിട്ടുണ്ടെന്ന് കരുതുക. യേശു വന്ന ആ മഞ്ചത്തിലോട്ട് തൊട്ടു. സാധാരണ നിലയിൽ പറയേണ്ടതാ, സാറേ എന്നാ കൈയെടുക്ക്. സാധാരണ നിലയിൽ അറിയാൻ മേലാത്തവൻ പറയേണ്ടതാ, എന്താ സാറേ കൈയെടുക്ക്, നിങ്ങൾ പോട്ടെ. കർത്താവ് പറഞ്ഞോ ചുമക്കുന്നവനോട് നീ നീക്കാൻ? പറഞ്ഞോ? ജീവൻ തൊട്ടാൽ മരണം നിൽക്കും. സൗഖ്യദായകൻ തൊട്ടാൽ രോഗം പോകും. അഭിവൃദ്ധിയുടെ ദൈവം നിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്നാൽ നീ ദാരിദ്ര്യം ഓർക്കത്തില്ല. ദാരിദ്ര്യത്തെ കുറിച്ച് നീ ഓർക്കത്തില്ല. യുവന്മാരെല്ലാം കൂടി ഇത് തറയിൽ ഇട്ടിട്ട് പോകത്തക്ക രീതിയിൽ ഒരു സംഭവം അടുത്തുണ്ടായി. ഈ ചുമക്കുന്നവരെ അവരെ ഒന്ന് ഓർക്ക. നിങ്ങൾ ചുമ്മാ ഇരുന്ന് കേൾക്കാതെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നേ. ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. അടുത്ത സെക്കൻഡിൽ 14-ാം വാക്യം പറയുന്നു,
ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. Young man, you are the young man. ആ വാക്കിനകത്ത് ഒത്തിരി ആശയങ്ങളുണ്ട്. ബാല്യക്കാരെന്ന് പറഞ്ഞ ഏതോ ജോലിക്കാരെന്നല്ലേ. യങ് മാൻ, യൗവനക്കാരാ, ചെറുപ്പക്കാരാ. നീ എഴുന്നേൽക്ക എന്ന് ഞാൻ, ആ വേർഡ് കണ്ടോ, ഞാൻ നിന്നോട്. ഇപ്പൊ മഞ്ചത്തിൽ കിടക്കുന്നത്, പെട്ടി കിടക്കുന്നത് കേൾക്കത്തക്ക രീതിയിലുള്ള ഒരാളാണോ, കേൾക്കാൻ പറ്റാത്ത ആളാണോ? ശവത്തോട് എന്തേലും പറഞ്ഞ ശവം കേൾക്കൂ? പക്ഷെ ജീവൻ പറഞ്ഞാൽ ശവം കേൾക്കും. പുറത്തു പോ. എന്റെ എല്ലാ കാലത്തുള്ളൊരു സങ്കടം പറഞ്ഞോട്ടെ. ഇവിടുത്തെ എൽഡേഴ്സിനോടും ഇവിടുത്തെ പാസ്റ്റേഴ്സിനോടും വിശ്വാസികളോടും പൊതുസമൂഹത്തോടും എൻ്റെ എല്ലാ കാലത്തുള്ളൊരു സങ്കടം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇന്ന് വരെ ശരിക്കും നിന്റെ ദൈവം ആരാന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാനും ഒത്തിരി വളരാനുണ്ട്, മനസ്സിലായിട്ടില്ല. ഞാൻ മുഖം കാണുമ്പോൾ എനിക്കറിയാം. ബാല്യക്കാരാ എഴുന്നേൽക്കാം എന്ന് പറയുന്നല്ല, ഞാൻ നിന്നോട്. ഈ പറയുന്ന ആൾ ആരാന്ന് ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത റെസ്പോൺസ്. എന്തായിരിക്കും അവിടുത്തെ ആ സീൻ? എന്തായിരിക്കും? ഉടനെ അടക്കാൻ കൊണ്ടുപോയ ശവം എഴുന്നേറ്റിരുന്ന് അപ്പോഴും ഇവന്മാര് മഞ്ചം പിടിച്ചിട്ടുണ്ട്. മഞ്ചം ചുമക്കുന്നോ നോക്കിയപ്പോ അവൻ ചുമന്ന ബോഡി എഴുന്നേറ്റിരുന്ന് പാട്ടുപാടുക. നിങ്ങൾക്ക് ഇതൊക്കെ ആത്മാവിലൊന്ന് കാണാം. വല്ലോ പറ്റുന്നോ? ഞാൻ ഇവിടെ വന്നു കയറിയപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ഉണർവിനകത്തും ഈ അത്ഭുതത്തിനകത്തും ഈ ആരാധനയ്ക്കകത്തും ഈ ആത്മസാന്നിധ്യത്തിനകത്തും കർത്താവേ നിൽക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാ ഈ സംഭവം. ആ ഒരു മൂമെന്റിൽ നിന്ന ജനം എന്നായിരിക്കും നോർത്തെ ഭാഷ. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവനെ ഉയർപ്പിച്ച് അങ്ങ് വിടുകയല്ല, അവൻ സംസാരിക്കുകയാണ്. ഒരു മനുഷ്യൻ സംസാരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്നവന്റെ പ്രത്യേകതയാണ് സംസാരിക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? അവൻ ശരിക്കും ഒരു ഡ്രീം അല്ല, മാജിക് അല്ല, ഇമാജിനേഷൻ അല്ല, ഇറ്റ്സ് എ റിയൽ. നിന്റെ മുമ്പിൽ നടന്നത് ഒരു സത്യമാണ് എന്ന് വ്യക്തമാക്കാനാണ് അവൻ എഴുന്നേറ്റപ്പോൾ തന്നെ അവൻ വർത്താനം പറയുന്നത്. അവന്റെ ശബ്ദത്തിൽ അവൻ സംസാരിക്കുന്നത് ചുറ്റുമുള്ളവർ കേൾക്കാണ്. അവന്റെ അമ്മയ്ക്ക് മഞ്ചത്തിൽ നിറക്കി കൊച്ചിനെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. വന്ന വഴികളിൽ, ജീവിതയാത്രകളിൽ നഷ്ടപ്പെട്ടതെല്ലാം നസ്രയനുമായിട്ടുള്ള കൂട്ടിമുട്ടലിൽ തിരിച്ചേൽപ്പിക്കപ്പെടും.
ഒന്നും കൂടെ. വന്ന വഴികളിൽ, ജീവിതയാത്രകളിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവപുത്രനായ ക്രിസ്തുവുമായുള്ള നിന്റെ കൂട്ടിമുട്ടലുകളിൽ നിന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കപ്പെടും. അത് സൗഖ്യമാകാം, സമാധാനമാകാം, ആത്മരക്ഷയാകാം, വിടുതലാകാം, ശുശ്രൂഷയാകാം. എന്തൊക്കെ നിന്റെ ലൈഫിൽ നിനക്ക് നഷ്ടപ്പെട്ടോ, ഈ അടുത്ത ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച, മടങ്ങി വരുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോകുകയാണ്. സാക്ഷ്യം പറയാൻ ഒത്തിരിയുണ്ട്. ആരെങ്കിലും ഇതിനകത്തുണ്ടോ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിന്റെ സമാധാനം യേശുവിനെ കണ്ടുമുട്ടിയ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറയാൻ? നഷ്ടപ്പെട്ട എൻ്റെ തലമുറകളുടെ ജീവിതത്തിന്റെ നന്മ യേശുവുമായുള്ള കൂട്ടിമുട്ടലിൽ തിരികെ കിട്ടിയെന്ന് പറയാൻ? ഞാൻ ധരിക്കുന്ന വസ്ത്രം, ഞാൻ കഴിക്കുന്ന ആഹാരം, ഞാൻ പാർക്കുന്ന ഭവനം, ഞാൻ ഉപയോഗിക്കുന്ന വാഹനം, എൻ്റെ പേഴ്സിലിരിക്കുന്ന ഒരു 10 രൂപയല്ല, ഒരു 10 പൈസ പോലും എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് എന്ന് പറയാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടോ? ഞാൻ ചോദിക്കട്ടെ ഒരു മറു ചോദ്യം. നിങ്ങൾ ടയർഡായോ? ഇന്നത്തെ മെസ്സേജ് ശരിയായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ദൈവം ഏൽപ്പിച്ചത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിനേക്കാൾ വലിയത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ഒരു സൈഡ് മാത്രം ചിന്തിക്കരുത്. ഇപ്പോൾ ഈ അമ്മ തിരിച്ചു പോകുന്നത് മോനെയും കൊണ്ടാണ്. ഇപ്പോൾ ഈ അമ്മ തിരിച്ചു പോകുന്നത് കരഞ്ഞോണ്ടല്ല. ഇപ്പോൾ ഈ അമ്മ മടങ്ങുന്നത്, അവളുടെ സന്തോഷമൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. നയീൻ എന്ന പട്ടണം തന്നെ ഇളകി മറിഞ്ഞത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. മനോഹര പട്ടണത്തിൽ നടന്ന സംഭവം, ആ കുടുംബത്തിൽ നടന്ന സംഭവം അത്ര മനോഹരമല്ലായിരുന്നു. പിടികിട്ടിയോ? നയീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? മനോഹര പട്ടണം, സിറ്റി ഓഫ് ബ്യൂട്ടി. പക്ഷെ അവിടെ നടന്ന സംഭവം അത്ര മനോഹരമല്ല. പക്ഷെ യേശു വന്നപ്പോൾ അത് ബ്യൂട്ടിയായി മാറി. വീട്ടുപേര് ഷാലോം ഹൗസ് എന്നായിരിക്കും, പക്ഷെ വീട്ടിൽ സമാധാനം കാണുകയില്ല. ഷാലോം ഹൗസ് സമാധാനമുള്ളതാകണമെങ്കിൽ ഷലോം ആകുന്ന ദൈവം നിന്റെ വീട്ടിൽ വരണം. പേര് ക്രിസ്ത്യാനി എന്നായിരിക്കും, പക്ഷെ പെരുമാറ്റം അങ്ങനെ ആകണമെന്നില്ല. ക്രിസ്തുവിന്റെ പെരുമാറ്റം ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു ക്രിസ്ത്യാനിയിൽ വരണം. മനോഹര പട്ടണം ശരിക്കും മനോഹരമായത് യേശുവിന്റെ എൻട്രിയാണ്. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല പാസ്റ്റർ. മനോഹര പട്ടണം ശരിക്കും മനോഹരമായത് യേശുവിന്റെ എൻട്രിയാണ്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മിറക്കിളാണ്. ഷീസ് നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ്. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കിടന്ന രോഗി ഒരിക്കലും ആ സൗഖ്യം പ്രതീക്ഷിച്ചതല്ല. കാനാവിലെ കല്യാണ വീട്ടിൽ കിണറ്റിൽ കിടന്ന പച്ചവെള്ളം വീഞ്ഞാകുമെന്ന് വീട്ടുകാർ പ്രതീക്ഷിച്ചതല്ല. കാരാഗ്രഹത്തിനകത്ത് പോയ പത്രോസ്, പിറ്റേ ദിവസം മരണപ്പെടേണ്ട പത്രോസ്, തലേ ദിവസം യാക്കോബ് മരണപ്പെട്ടതുപോലെ പിറ്റേ ദിവസം മരണപ്പെടേണ്ട പത്രോസ്, പ്രാർത്ഥിച്ചവന്റെ വീട്ടിനകത്ത് വന്ന് കതകെ മുട്ടുവന്ന് പ്രാർത്ഥിച്ചവൻ പോലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവത്തിലുള്ള ആശ്രയവും അവനിലുള്ള വിശ്വാസവും നഷ്ടപ്പെടാതെ
ഇപ്പോഴും നീ അവനെ കാത്തിരിക്കുന്നെങ്കിൽ നീ പ്രതീക്ഷിക്കാത്തത് ചിലത് നിങ്ങളുടെ വീട്ടിനകത്ത്, സഭയ്ക്കകത്ത്, ശുശ്രൂഷയ്ക്കകത്ത്, ജീവിതത്തിന്റെ മേളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നൽകി തരും. എനിക്ക് വീണ്ടും ഈ വിഷയത്തിൽ കുറേയേറെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. പക്ഷെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, യേശു നയീനിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ആ സ്ത്രീയുടെ അവസ്ഥ? ഇത്രയും ചിന്തിച്ചവർ അതൊന്ന് ചിന്തിക്കണം. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെരിക്കോയിലേക്ക് പോയി. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. വഴിയിൽ നഗ്നനായി, അർത്ഥപ്രാണനായി, ജീവശവമായി കിടക്കുമ്പോൾ ആ നല്ല ശമരിയൻ അവനെ വന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവന്റെ അവസ്ഥ? നയീൻ എന്ന പട്ടണത്തിൽ യേശു വന്ന് അവളുടെ കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ് മഞ്ചം തൊട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ആ സ്ത്രീയുടെ അവസ്ഥ? ഇവിടെ വന്ന് വലിയ ഗമയൊക്കെ കാണിച്ച് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നവരോട് ആത്മാ പറയുന്നു, എന്റെ ദൈവം നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ, നിന്റെ കുടുംബത്തെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ നിന്റെ അവസ്ഥ? ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? ഒന്ന് ഉയർത്തിപ്പിടിക്കാവോ? എന്നെ തൊട്ട കരത്തിനൊന്ന് നന്ദി പറയാവോ? ആ സൗഖ്യദായകന്റെ കരത്തിനൊന്ന് നന്ദി പറയാവോ? എന്നെ വിടാതെ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നു, എന്നെ വിടാതെ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നു ആ ജീവന്റെ സ്പർശനം. വാ തുറന്ന് പറഞ്ഞ ജീവന്റെ സ്പർശനം, ജീവന്റെ സ്പർശനം. ആ സ്പർശനം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്നേ. ആ സ്പർശനം ആഗ്രഹിക്കുന്നവർ, ആ സ്പർശനം അനുഭവിക്കുവാൻ കൊതിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന്. ഐ വാണ്ട് ടു പ്രേ ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ മഞ്ചത്തിൽ തൊട്ട കരം, നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകന്റെ മഞ്ചത്തിൽ തൊട്ട കരം, കർത്താവേ എന്റെ രോഗമുള്ള ഭാഗത്തൊന്ന് തൊടണമേ, എന്റെ പ്രതിസന്ധിയിൽ ആ കൈ ഒന്ന് ഇറങ്ങി വരണമേ. ആ കരം എന്റെ തലമുറയുടെ മേൽ വെച്ച് അവരെ ഒന്ന് അനുഗ്രഹിക്കണം. ആ കരം എന്റെ ബിസിനസിന്റെ മേലൊന്ന് വരണമേ. ആ കരം എന്റെ ആത്മീക ജീവിതത്തിന്റെ മേൽ, എന്റെ ഭൗതിക വിഷയങ്ങളുടെ മേലൊന്ന് വരണമേ. ആത്മാർത്ഥമായി അത് ആഗ്രഹിക്കുന്നവർ വായികൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ മിറക്കുലസായ ഹീലിങ്ങുകൾ, മിറക്കുലസായ ഹീലിങ്ങുകൾ ഇന്നിവിടെ സംഭവിക്കാൻ പോവുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Lord heal me Lord and touch me Holy Spirit, touch me Holy Spirit. വായികൾ തുറന്ന് പറഞ്ഞ് touch me Holy Spirit, എന്നെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ, എന്നെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. ഈ സമയം നിങ്ങൾ ലേസിയാകരുത്. The mighty healings and deliverance is happening now. Heal them, Lord. Heal them, Lord. ഞാനൊരു വാക്ക് നിങ്ങളെ നോക്കി പറയട്ടെ. ആ വിധവയായ സ്ത്രീ ഇങ്ങോട്ട് വന്ന പോലല്ല അങ്ങോട്ട് തിരിച്ചു പോയത്. ഇന്ന് പകൽ നീ വന്നതുപോലെ ദൈവം നിന്നെ മടക്കി വിടത്തില്ല. നീ വന്ന അവസ്ഥയിൽ കർത്താവിന്റെ കരത്തിന്റെ സ്പർശനം ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് പകലിറങ്ങി വരും. വായുകൾ തുറന്ന്, ആധരങ്ങൾ തുറന്ന്, ഒരു സ്വസ്ഥതയുമില്ലാത്ത സാഹചര്യത്തിന്റെ മേൽ, സൗഖ്യമില്ലാത്ത ശരീരത്തിന്റെ മേൽ, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട ആത്മീക ലൈഫിന്റെ മേൽ
യേശുവിന്റെ സ്പർശനം, കൂനയായ സ്ത്രീയെ തൊട്ട കരം, മഞ്ചം തൊട്ടുയർപ്പിച്ച കരം, നിന്റെ പ്രവർത്തന മേഖലകളിൽ നീ ആക്റ്റീവ് ആകാൻ പോവുകയാണ്. അവൻ എഴുന്നേറ്റ് സംസാരിച്ചു, അവൻ ആക്റ്റീവായി. നിന്റെ പ്രവർത്തന മേഖലകളിൽ, നിന്റെ ശുശ്രൂഷയിൽ നീ ആക്റ്റീവ് ആകാൻ പോവുകയാണ്. സാമ്പത്തിക മേഖലയിൽ എവിടേക്കോ സ്റ്റക്കായി പോയെടുത്ത് നിന്ന്, എവിടേക്കോ സ്റ്റക്കായി പോയെടുത്ത് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുകയാ. ആ ഒരു മാൻഡിൽ ഈ ജനത്തിന്റെ മേലിൽ ഈ സെക്കൻഡിൽ വരട്ടെ. ഈ കൂട്ടത്തിൽ ഒരു നിമിഷം മക്കളെ, ഒരു നിമിഷം മോനെ, ഒരു നിമിഷം. ഈ കൂട്ടത്തിൽ ഇന്നുവരെയും ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നരുളി ചെയ്ത, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് വിളംബരം ചെയ്ത, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന സത്യത്തെ ലോകത്തോട് അറിയിച്ച ദൈവവും രക്ഷിതാവും കർത്താവുമായ ഏക സത്യ നിത്യ ദൈവമായ യേശു കർത്താവിന് വേണ്ടി ജീവനായ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ, അവന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഏകീഭവിക്കാൻ എനിക്ക് സ്നാനപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഞാൻ അവന്റെ വഴിയിൽ ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ, ഇനി ഞാൻ അനുഗമിക്കുന്നെങ്കിൽ അത് യേശുവിനെ ആയിരിക്കും. ഇനി ഞാൻ ആരാധിക്കുന്നെങ്കിൽ എല്ലാ ആരാധനയ്ക്കും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ ഈ യേശുവിനെ ആയിരിക്കും, ഏകരക്ഷകനായ ക്രിസ്തുവിനെ ആയിരിക്കും. ആ ക്രിസ്തുവിനോടുകൂടെ ചേരാൻ, യേശുവിന്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിച്ച് അവന് വേണ്ടി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ളവർ അഭിമാനത്തോടെ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് ഉയർത്തണം. അതിനാഗ്രഹമുള്ളവർ അഭിമാനത്തോടെ യേശുവിനായി ജീവിക്കുവാൻ, അവന്റെ വഴികളിൽ നടക്കുക, അവന്റെ കൽപ്പന അനുസരിക്കുക. കൈ ഉയർത്തണം, നന്നായി ഉയർത്തിപ്പിടിക്കണം. എനിക്ക് അവരെ കണ്ട് പ്രാർത്ഥിക്കണം, എനിക്ക് അവരുടെ മേളിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. അവരെന്ന് മുന്നിലേക്ക് വരണം. Newcomers families. പുറകിൽ സ്പെക്സ് വെച്ച ബ്രദർ, I want to talk to you brother that half sleeve shirt blue over there. Yes you are. The Lord want to use you. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ വലിയ പദ്ധതികളുണ്ട്. The Lord want to use you. ആദ്യം വന്നവരിഞ്ഞ് മുന്നിൽ വന്നേ, ഇവരുടെ കൂട്ടത്തിൽ വന്നേ. ആ കാർഡൂടെ എടുത്തോ, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ന്യൂകമേഴ്സ് കാർഡൂടെ എടുത്തോ. അത് വോളണ്ടിയേഴ്സ് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചോണം. വോളണ്ടിയേഴ്സ് അത് തിരിച്ചു മേടിച്ചോണം. ഈ മുമ്പിൽ നിൽക്കുന്നവർ, നിങ്ങൾ ഒത്തിരി ബ്ലെസ്ഡ്, നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം കർത്താവിന്റെ അടുക്കൽ, യേശുവിന്റെ അടുക്കൽ വരിക, അവനെ കണ്ടുമുട്ടുക, അവനെ അറിയാൻ കഴിയുക എന്ന് പറയുന്നത് പോലൊരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വേറെ ഉണ്ടാകുകയല്ല ഇതിനപ്പുറം. ചിലപ്പോൾ നിങ്ങൾക്ക് സമ്പത്ത് കിട്ടിയെന്നവരും, ജോലി കിട്ടിയെന്നവരും, നന്മ കിട്ടിയെന്നവരും, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഭൗതികമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരും. പക്ഷേ യേശുവിനെ നിങ്ങൾക്ക് ലഭിച്ചതുപോലൊരു അനുഗ്രഹം, യേശുവിനെ നിങ്ങൾക്ക് കിട്ടിയതുപോലൊരു രക്ഷ, നിത്യജീവൻ, അതിനപ്പുറം വേറൊരു അത്ഭുതം ഇല്ല. അതിനപ്പുറം ഞാൻ കാണുന്ന വേറൊരു അത്ഭുതം ഇല്ല. കർത്താവായ യേശുവേ, എന്റെ ജീവിതം അങ്ങേയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങളെ അവിടുത്തെ
പരിശുദ്ധ രക്തത്താൽ കഴുകി വിമോചിപ്പിക്കണമേ. യേശുവേ, യേശുവേ, എന്റെ കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ആത്മാവിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. യേശുവേ, ഇപ്പോൾ എന്റെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. കാൽവറി ക്രൂശിൽ എനിക്കായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വായ് കൊണ്ട് ഞാനത് ഏറ്റു പറയും. യേശുവേ, യേശുവേ, അങ്ങേയ്ക്കായി എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ യഥാർത്ഥമായ ജീവൻ, the new life, പുതിയ ജീവൻ, പുതിയ ജീവിതം ഇപ്പോൾ മുതൽ നിങ്ങളിൽ വ്യാപരിക്കുകയാണ്. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിനെ നന്ദി പറയും. നിങ്ങൾ കാർഡുകൾ മേടിച്ചോ, പക്ഷെ ഇവരെ തിരിച്ചയക്കരുത്. ഐ വാണ്ട് ടു പ്രേ ഫോർ ദം. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർക്ക് വേണ്ടി ഒരു വാക്ക്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമ്മൾ ഈ സഭായോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കരങ്ങളെല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിച്ച്, സ്ട്രെച്ച് യുവർ ഹാൻഡ് എവരിവൺ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓൺലൈനിൽ ലൈവിൽ ഞങ്ങളെ കാണുന്ന എല്ലാവരെയും ഓർത്ത ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും സമയം നിങ്ങൾ ലൈവിൽ ഞങ്ങളെ ഈ സർവീസ് വാച്ച് ചെയ്തു. ഇനി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കൊട്ടാരക്കര ജീസസ് ഈസലെ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ നിന്നാണ് ഈ ലൈവ് ടെലികാസ്റ്റുകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശതാധിപൻ ഇസ്രായേലിൽ പോലുമില്ലാത്ത വിശ്വാസത്തിന് ഉടമയായി തീർന്നതിന് ദൈവത്തിന് പറയാൻ ദൈവത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. അവൻ തന്റെ ദാസനെ സ്നേഹിച്ചു. അവൻ തന്റെ അധികാരത്തെ എല്ലാം മറന്നു യേശുവിന്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞു. യേശുവേ, നീ എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല എന്ന അവന്റെ ഹൃദയത്തെ അവൻ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തി. നമ്മളെ അറിയുന്നൊരു കർത്താവാണ്, നമ്മളെ അറിയുന്നൊരു ദൈവം. ആ കർത്താവാണ് നമ്മളോട് പറയേണ്ടത് നമുക്ക് എത്ര വിശ്വാസമുണ്ടെന്ന്, നമുക്ക് എത്ര വിശുദ്ധിയുണ്ടെന്ന്, നമ്മൾ എത്ര നല്ലതാണെന്ന് തീയതാണെന്ന് നമുക്ക് ദൈവമാണ് പറയേണ്ടത്. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാണ്. ദൈവം നീതീകരിച്ചതിനെ ആർക്ക് ശിക്ഷ വിധിക്കാൻ കഴിയും? ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് പറയാൻ ആർക്ക് സാധിക്കും? നയീനിലെ പട്ടണത്തിൽ ആ മഞ്ചത്തിൽ തൊട്ട കരം, ആ വിധവയുടെ കുഞ്ഞിനെ ഉയർപ്പിച്ച കരം, ജീവനായ ക്രിസ്തുവിന്റെ കരം ഈ പകലിൽ നിങ്ങളുടെ മേൽ വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചിലര് പാസ്പോർട്ടുകൾ കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ അവരുടെ കുഞ്ഞുങ്ങളെ അടുത്ത് പിടിച്ചു നിർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ ആ ഈ ലൈവ് പ്രോഗ്രാമിൽ കാണുമ്പോൾ അവരുടെ രോഗമുള്ള ഭാഗങ്ങളിൽ അവർ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലരൊന്നും പറയാൻ പോലും ഇല്ലാതെ ഇത് കേട്ടോണ്ടിരിപ്പുണ്ട്. നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നു, നിങ്ങളെല്ലാരെയും അറിയുന്നു. ഒരു കർത്താവ് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ആ വിധവയായ സ്ത്രീ ഒരു വാക്കുപോലും യേശുവിനോട് പറഞ്ഞില്ല. അവൾ പ്രാർത്ഥിച്ചില്ല, അവൾ അപേക്ഷിച്ചില്ല. പ്രവാചകൻ യേശയ്യാ പറയുന്നു, നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഉത്തരമാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം.
ആ കർത്താവ് എന്നും ജീവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ലാത്ത, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരു അത്ഭുതത്തെ, ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ യേശു മതിയാണ്. ആ പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്നിരുന്ന് കരഞ്ഞു. കണ്ണുനീര് കൊണ്ട് കാല് കഴുകി, തലമുടി കൊണ്ട് അവൾ തുടച്ചു. ഒരു വാക്കുപോലും അവൾ യേശുവിനോട് പറഞ്ഞില്ല. ഞാൻ പാപിയാണെന്നോ എന്റെ പാപത്തെ ക്ഷമിക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. അവൾ കണ്ണുനീര് കൊണ്ട് കാൽ കഴുകി, തലമുടി കൊണ്ട് തുടച്ചു. ഉടനെ യേശു അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ അനവധിയായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ കണ്ണിൽ നിന്ന് ഒഴുകിയ ചൂടുള്ള കണ്ണുനീരിൽ നിന്ന് പ്രാർത്ഥനകൾ, അവളുടെ ഹൃദയത്തിന്റെ വേദനകൾ, അവൾ ആരെന്നുള്ള യാഥാർത്ഥ്യം യേശു മനസ്സിലാക്കുകയായിരുന്നു. യേശു അവളെ തിരിച്ചറിയുകയായിരുന്നു. ഇന്ന് നിന്നെ അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. മനുഷ്യൻ മനസ്സിലാക്കാതെ പോകുന്നിടത്ത്, കുടുംബക്കാർ മനസ്സിലാക്കാതെ പോകുന്നിടത്ത്, സഭാവിശ്വാസികൾ മനസ്സിലാക്കാതെ പോകുന്നിടത്ത്, ഒരുപക്ഷെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ പാസ്റ്റർ പോലും, നിന്റെ ഭർത്താവ് പോലും, നിന്റെ ഭാര്യ പോലും, മക്കൾ പോലും മനസ്സിലാക്കാതെ പോകുന്നിടത്ത് നിന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ കരച്ചിലിനെ കാണുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവിന്റെ കരം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മതി, മതി, അത് മാത്രം മതി, അത് മാത്രം മതി. ആ കൈ എന്റെ മേളിലൊന്ന് വന്നാ മതി. ആ കരം എന്റെ കുഞ്ഞുങ്ങളുടെ മേളിലൊന്ന് വന്നാൽ മതി. ആ കരം എന്റെ സാമ്പത്തിക മേഖലയിലൊന്ന് വന്നാൽ മതി. ആണിപ്പഴുതുള്ള കരം എന്നെ ഒന്ന് തൊട്ടാൽ മാത്രം മതി. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. തീയിലൂടെ നടന്നാൽ നിന്റെ കാല് വെന്തുപോകില്ല. അഗ്നിജ്വാലകൾക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയുകയില്ല. എന്താ അതിന്റെ കാരണം? ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈകൾ മതി. എനിക്ക് ആ ദൈവപുത്രന്റെ കരം മതി. എനിക്ക് എന്റെ യേശുവിന്റെ കരം മതി. ദൈവമക്കളെ, നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. അവൻ ബദ്ധന്മാരെ കുഴിയിൽ നിന്ന് വിടുവിക്കുന്നു. ആ കരം തൊട്ട് ആശ്വസിപ്പിക്കുന്നു. കുഷ്ഠരോഗി യേശുവിനോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? എന്നെ ഒന്ന് സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? കാരണം ആർക്കും എന്നോട് മനസ്സില്ല. എന്നെ ആരും തൊടാറ് പോലും ഇല്ല. കണ്ടോ, എന്റെ ശരീരം എല്ലാം കുഷ്ഠരോഗത്താൽ വല്ലാതെ വ്രണം നിറഞ്ഞിരിക്കുന്നെന്നാണ് അവൻ പറയുന്നത്. എന്നെ ആരും തൊടാൻ വരില്ല. നിനക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് സൗഖ്യമാക്കാൻ? ഞാൻ കരുതിയത് നീ സൗഖ്യമാകാ എന്ന് അവനോട് പറയും എന്നായിരുന്നു. പക്ഷെ ബൈബിളിൽ അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. അവൻ മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, സൗഖ്യമാകാം എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഇതുപോലൊരു കരസ്പർശനം അവൻ അനുഭവിച്ചിട്ട് വർഷങ്ങളായി. ആരും അവനെ തൊടാറില്ല. ആരും തൊടാത്തവനെ തൊടാൻ ഒരു കരമുണ്ട്. ആരും സഹായിക്കാത്തവനെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. എല്ലാവരും മറന്നവനെ ഓർക്കാൻ ഒരു ദൈവമുണ്ട്. ആ കരത്തിൽ വിശ്വസിക്കുക. ഒരു പാസ്റ്റർമാരിലുമല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ഒരു വ്യക്തികളിലുമല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ഒരു സംഘടനയിലുമല്ല നിങ്ങൾ നിലകൊള്ളേണ്ടത്. ബിലീവിംഗ് ഗോഡ്, അവനിൽ വിശ്വസിക്കുക. എന്റെ ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുക. മരണവും ജീവനും തമ്മിൽ കൂട്ടിമുട്ടി നയീനിൽ. നിങ്ങൾ അറിഞ്ഞോ? മരണവും ജീവനും തമ്മിൽ കൂട്ടിമുട്ടി നയീനിൽ മരണം തോറ്റു. വെളിച്ചവും ഇരുട്ടും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഇരുട്ടേ നീ തോറ്റുപോകും. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. ആ കരം മാത്രം മതി എനിക്ക്. ആ കരം മാത്രം മതി എനിക്ക്. താങ്ക് യു ലോർഡ് ജീസസ്. മാനുവേൽ, ഈ പാട്ടിന്റെ വരി ഒന്ന് പാടാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ വരിക. സാധു എന്നെ കൈവിടാതെ നാഥൻ എന്ന് നടത്തിടുന്നു. അന്ത്യത്തോളം ചിറകടിയും അവൻ കാത്തിടത്തരയിൽ. ആപത്തിലും രോഗത്തിലും
ആ നേരം എന്റെ ചാരയുണ്ട്. യേശു എന്നും വല്ലഭനാ, യേശു എന്നും വല്ലഭനാ. ഇത് വെറുതെ പാടിയതല്ല, ആ നേരം എന്റെ ചാരയുണ്ട്. ദേവദാസനെ, ആ വിലാപയാത്ര പട്ടണത്തിന് പുറത്തെത്തിയെങ്കിൽ, യേശു കർത്താവ് ആ സമയത്ത് അവിടെ വരാതിരുന്നെങ്കിൽ, അവര് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങിയെങ്കിൽ, യേശു കുറച്ചും കൂടെ വൈകി വന്നെങ്കിൽ, ജീവനും മരണവുമായി കൂട്ടിമുട്ടില്ല. പക്ഷേ ദൈവത്തിന് പദ്ധതിയുള്ള സകല വിഷയത്തിലും ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ, ആ കൃത്യസമയത്ത് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ട അവന്റെ ബലമുള്ള കൈക്കീഴിട്ടാണിരിക്കും. ആ സമയം തെറ്റില്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അത് വൈകിയാലും വരും നിശ്ചയം. സമയം തെറ്റുകയില്ല. നമുക്ക് സമയം പോയെന്ന് തോന്നാം, സമയം കഴിഞ്ഞെന്ന് തോന്നാം, അയ്യോ ഇനി അതെങ്ങനെ നടക്കുമെന്ന് തോന്നാം. പക്ഷെ ദൈവം കൃത്യമായ ടൈമിലാണ്. ദൈവത്തിന്റെ കരം ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കട്ടെ. നിങ്ങൾ ഈ സമയത്ത് ഒരു കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഒരു കൈ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് വെച്ച്, ഒരു കൈ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് വെച്ച് ഒരു ഭയങ്കര ഹീലിംഗ് സംഭവിക്കാൻ പോകുന്നു. Father, in the name of Jesus, കർത്താവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങൾ ഇപ്പോൾ സുഖം പ്രാപിക്കുന്നു. ഇപ്പോൾ സുഖം പ്രാപിക്കുന്നു. ഇപ്പോൾ സുഖം പ്രാപിക്കുന്നു. യേശുവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. യേശുവിന്റെ അടിപ്പിണരുകൾ ഒരു ഹീലാകട്ടെ, 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 ഹീലാകട്ടെ. കർത്താവ് ഒരു വിഷയത്തിൽ ദൈവം ഇറങ്ങിവെന്ന് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങിവെന്ന് പ്രവർത്തിക്കുന്നു. ഇവരും ഒരു കുടുംബവും ഒരു അത്ഭുതമായി മാറി. I bless them, Lord. I bless them. I bless them. I bless them. I bless them. I bless them, Lord. ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. You are healed. You are delivered in Jesus' name.